ഹായ് ചിൽഡ്രൻ, ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ നമ്മുടെ ആനുവൽ സെലിബ്രേഷന്. എല്ലാവരും അവരവരുടെ പരിപാടി മികച്ചതാക്കാൻ ഇനിയുള്ള ദിവസങ്ങൾ റിഹേഴ്സലിനുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും പോയി നന്നായി പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു ടീച്ചർ. കേൾക്കാൻ ഒരു രസവുമില്ല. ഇതിനേക്കാൾ നന്നായി ഞാൻ വായിക്കും. ഇങ്ങനെയാണോ നീ പാടാൻ പോകുന്നത്? ഒരു താളവുമില്ലല്ലോ. സംഗതി തീരെ പോരാ. ഇതിലും നന്നായി ഞാൻ വരയ്ക്കും. എന്ത് പറ്റി ജോമി, നീ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? എന്റെ പാട്ട് കേൾക്കാൻ ഒരു രസവുമില്ലടാ. ഞാൻ പങ്കെടുത്താൽ എനിക്ക് സമ്മാനം ഒന്നും കിട്ടാനും പോകുന്നില്ല. അതെന്താ ഇപ്പോ അങ്ങനെയൊക്കെ പറയുന്നേ? ടോമി പറഞ്ഞു എന്റെ പാട്ട് കേൾക്കാൻ ഒരു താളവുമില്ല എന്ന്. ഓ, അതാണോ കാര്യം? അതവൻ എന്നോടും പറഞ്ഞിട്ടുണ്ട്. എന്റെ വയലിൻ വായന കേൾക്കാൻ ഒരു രസവുമില്ല, ഇതിലും നന്നായി അവൻ വായിക്കുമെന്നൊക്കെ ദേ ഇവനോടും പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ വരച്ച ചിത്രം കാണാൻ ഒരു ഭംഗിയുമില്ല, ഇതിലും നന്നായി അവൻ വരയ്ക്കുമെന്നൊക്കെ പറഞ്ഞു. കേട്ടില്ലേ? അത് നീ കാര്യമാക്കണ്ട. നമ്മുടെ കഴിവുകൾ 100% നീതി പുലർത്തിയാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. Judges, please note chess number 23. അടുത്തതായി പാട്ടാണ്. Judges, please note chess number 1 on stage. അടുത്തതായി ഇന്ന് നടന്ന മത്സരങ്ങളുടെ സമ്മാനദാന ചടങ്ങാണ്. വയലിൻ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അലക്. അടുത്തതായി ഇന്ന് നടന്ന സോങ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ജോമിയ. അടുത്തതായി ഇന്ന് നടന്ന ചിത്രരചന കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മുന്തിരിക്കുട്ടൻ. അവന് സമ്മാനം കിട്ടിയോ? അപ്പോ എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ് എല്ലാത്തിനും ബെസ്റ്റ് എന്ന്. അറിയല്ലേ ടോമി, പരിപാടികൾ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നാളെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്. നീയും കൂടിക്കോ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഞങ്ങൾ പഠിപ്പിച്ചു തരാം നിന്നെ. എന്താ? ഒരു ദിവസം രാജാവ് തന്റെ പൂന്തോട്ടത്തിലിരിക്കുമ്പോൾ കൊട്ടാരത്തിന്റെ കവാടത്തിന് പുറത്തു നിന്നും ഒരു ബഹളം കേട്ടു. ആരവിടെ? എന്താണ് കവാടത്തിനടുത്തൊരു ബഹളം? പോയി നോക്കൂ. ഗ്രാമത്തലവൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാളുമായി കാവൽക്കാരൻ വന്നു. എന്താണ് പ്രശ്നം? ആരാണ് നിങ്ങൾ? എന്തിനാണ് ഇങ്ങനെ ബഹളമുണ്ടാക്കുന്നത്? രാജാവ് വീണാൾ വാഴട്ടെ. ഞാൻ അങ്ങയുടെ രാജ്യത്തെ കൊൻകുന്നം ഗ്രാമത്തലവനാണ്. ഞങ്ങളുടെ ഗ്രാമം പിടികടാൽ നിറഞ്ഞിരിക്കുന്നു.
എലികൾ നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ നശിപ്പിക്കുകയും ഗ്രാമത്തിലെ സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പഠിച്ച പഠിപ്പ് അതിലെത്ത് നോക്കിയിട്ടും എലികളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞങ്ങളെ രക്ഷിക്കാൻ ഇനി രാജാവിനെ കഴിയുകയുള്ളൂ. നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ. ഞാൻ എന്റെ സഭാ അംഗങ്ങളുമായി ആലോചിച്ച് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തും. ഇപ്പോൾ നിങ്ങൾ ധൈര്യമായി പോകൂ. അങ്ങനെ രാജാവ് പറഞ്ഞത് കേട്ട് ഗ്രാമത്തലവൻ രാജാവിനെ വണങ്ങി അവിടെ നിന്നും പോയി. ആരവിടെ? മന്ത്രിയോട് വരാൻ പറയൂ. മന്ത്രി രാജാവിനെ വണങ്ങി. രാജാവ് ഗ്രാമത്തലവന്റെ പ്രശ്നം മന്ത്രിയെ അറിയിച്ചു. പ്രഭു, പൂച്ചകൾ എലികളെ തിന്നുന്നതിനാൽ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും നമുക്കൊരു പൂച്ചയെ നൽകി ഈ എലിശല്യം പരിഹരിച്ചാലോ? ഭലേ ബേഷ്, അത് നല്ലൊരാശയമാണ്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട് പ്രഭു. ഇനി എന്ത് പ്രശ്നം? പാവപ്പെട്ട ഗ്രാമീണർ പൂച്ചകൾക്ക് എങ്ങനെ പാൽ നൽകും? എലികളെ തുരത്താൻ ആരോഗ്യമുള്ള പൂച്ചകൾ തന്നെ വേണം. ശരിയാണ്. അതിനിപ്പോൾ എന്താണ് മാർഗം? പൂച്ചയ്ക്കൊപ്പം നമുക്ക് ഓരോ പശുവിനെയും നൽകാം. അതിനാൽ പൂച്ചകൾക്ക് പാലും ലഭിക്കും. ബാക്കി വരുന്ന പാൽ കൊട്ടാരത്തിലേക്ക് എടുക്കുകയും ചെയ്യാം. രാജാവ് ഈ പരിഹാരത്തിന് സമ്മതിച്ചു. ഗ്രാമവാസികൾക്കെല്ലാം കൊട്ടാരത്തിൽ നിന്നും ഭടന്മാർ പശുവിനെയും പൂച്ചയെയും കൊണ്ടു നൽകി. ഗ്രാമവാസികളെല്ലാം പൂച്ചകൾക്ക് പാൽ കൊടുക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിയും തോറും പൂച്ചകൾ ആരോഗ്യവാന്മാരും മടിയന്മാരുമായി തീർന്നു. ഒരു ദിവസം മന്ത്രിയെ കാണാൻ ഒരു ഭടൻ വന്നു. പ്രഭു, അങ്ങയെ കാണാൻ പൊൻകുന്നം ഗ്രാമത്തലവൻ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എലിയുടെ ശല്യങ്ങളൊക്കെ തീർന്നില്ലേ? ഇല്ല മന്ത്രി, അത് പറയാനാണ് ഞാൻ അങ്ങയെ കാണാൻ വന്നത്. ഗ്രാമത്തലവൻ പൂച്ചകൾ പാല് കുടിച്ച് തടിച്ച് കൊഴുത്തു മടിയന്മാരായ കാര്യം ബോധിപ്പിച്ചു. ഓഹോ, അങ്ങനെയാണല്ലേ. നമുക്കെവിടെയോ പിഴച്ചു. സാരമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങളുടെ വീട്ടിലുള്ള പൂച്ച പാൽ കുടിക്കാൻ വരുമ്പോൾ ചൂടുള്ള പാൽ പാത്രത്തിൽ ഒഴിച്ചു വെക്കുക. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഒരു ദിവസം രാജാവ് പൊൻകുന്നം ഗ്രാമപഞ്ചായത്തിലെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ സഭ വിളിച്ചു ചേർത്തു. പാൽ കുടിക്കുന്നത് നിർത്തിയ തന്റെ പൂച്ച ഒഴികെ ഗ്രാമത്തിലെ ബാക്കിയുള്ള പൂച്ചകൾ എലികളെ വേട്ടയാടിയിട്ടില്ലെന്ന് ഗ്രാമത്തലവൻ രാജാവിനോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പൂച്ച എലികളെ വേട്ടയാടുന്നത്? താങ്കൾ അതിന് പാല് കൊടുത്തില്ലേ? പ്രഭു, ഇത് ഗ്രാമത്തലവന്റെ കുറ്റമല്ല. ഈ പൂച്ച പാൽ കുടിക്കാൻ വിസമ്മതിക്കുന്നു. പാല് കുടിക്കാത്ത പൂച്ചയോ? അതെങ്ങനെ സാധ്യമാകും മന്ത്രി? പ്രഭു, ഞാൻ ഇത് കാണിച്ചു തരാം. എനിക്കൊരു പാത്രം പാൽ കൊണ്ടുവരാൻ പറയൂ. ആരവിടെ? ഒരു പാൽപാത്രം മന്ത്രിക്ക് കൊണ്ടുകൊടുക്കൂ. മന്ത്രി പാൽപാത്രം പൂച്ചയുടെ മുന്നിൽ വെച്ചു കൊടുത്തു. പാൽപാത്രം കണ്ട ഉടനെ പൂച്ച ഓടിപ്പോയി. അതെന്താണ് ആ പൂച്ച ഓടിപ്പോയത്? പ്രഭു, ഞാൻ പൂച്ചയ്ക്ക് ഒരു പാത്രം ചൂട് പാൽ നൽകാൻ ഗ്രാമത്തലവനോട് പറഞ്ഞിരുന്നു. അത് അതിന്റെ നാവിനെ പൊള്ളിച്ചു. അന്നു മുതൽ ഈ പൂച്ച പാൽ കുടിച്ചിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്? പൂച്ചകൾ വിശക്കുമ്പോൾ മാത്രമേ എലികളെ വേട്ടയാടാറുള്ളൂ. എല്ലാ ദിവസവും പാൽ കുടിക്കുന്നതിലൂടെ പൂച്ചകൾ ആരോഗ്യമുള്ളവരും മടിയന്മാരുമായി തീരുകയും എലികളെ വേട്ടയാടാതിരിക്കുകയും ചെയ്യുന്നു. ഇതങ്ങയെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഒരു പൂച്ചയ്ക്ക് മാത്രം ചൂടുള്ള പാൽ നൽകിയത്. പരിഹാരത്തിലെ അപാകത രാജാവിന് മനസ്സിലായി. പ്രശ്നം പരിഹരിക്കാൻ അന്ന് മുതൽ പശുവിന്റെ പാൽ പൂച്ചകൾക്ക് നൽകിയില്ല. അങ്ങനെ പൂച്ചകൾ എലികളെ പിടിക്കാൻ തുടങ്ങി. ആ ഗ്രാമം എലിശല്യത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അങ്ങനെ പറയല്ല മോനെ, കഴിക്ക്. പിന്നെ ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് വാങ്ങുന്നത്? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. ഇത് ഞാൻ കഴിക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? കുട്ടികളെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ സ്കൂളിൽ നെക്സ്റ്റ് വീക്ക്
സ്പോർട്സ് വീക്കാണ്. ഒരുപാട് കായിക വിനോദ പരിപാടികൾ സംഘടിപ്പിക്കാനുണ്ട്. എല്ലാവരും പങ്കെടുക്കണം. ഫസ്റ്റ് എത്തുന്നവർക്ക് സമ്മാനവുമുണ്ട്. ഇന്ന് മുതൽ നമുക്ക് അതിനുള്ള പ്രാക്ടീസ് ആരംഭിക്കാം. ഞാൻ എല്ലാത്തിലും പങ്കെടുത്ത് ഫസ്റ്റ് വാങ്ങിക്കും. എല്ലാവരെയും ഞാൻ ഓടി തോൽപ്പിക്കും. എന്നാൽ എല്ലാവരും വരിവരിയായി ഗ്രൗണ്ടിലേക്ക് നടക്കൂ. Ready, set, go! അമ്മോ. ഓ. എല്ലാവർക്കും എന്തൊരു സ്പീഡാണ്. ഞാൻ ക്ഷീണിച്ചു പോയി. അതുകൊണ്ടാ, അല്ലെങ്കിൽ കാണായിരുന്നു. എന്നാലും എന്തുകൊണ്ടാ എനിക്ക് അവരുടെ കൂടെ ഓടിയെത്താൻ പറ്റാത്തത്? എന്തു പറ്റി ടോമി? റേസിൽ തോറ്റതിലുള്ള സങ്കടമാണോ? എന്നാലും എനിക്ക് എന്തുകൊണ്ടാ നിങ്ങളുടെ കൂടെ ഓടിയെത്താൻ പറ്റാഞ്ഞത്? ഞാൻ മാക്സിമം ശ്രമിച്ചു, പക്ഷെ എനിക്ക് നിങ്ങളോടൊപ്പം ഓടിയെത്താൻ കഴിഞ്ഞില്ല. നിനക്ക് നന്നായി ഓടാൻ കഴിയണമെങ്കിൽ നിന്റെ മനസ്സ് വിചാരിക്കുന്ന രീതിയിൽ നിന്റെ ബോഡിയെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം. അതിന് ബോഡി ഹെൽത്തി ആയി ഇരിക്കണം. എപ്പോഴും ബോഡി ഹെൽത്തി ആയി ഇരിക്കാൻ വേണ്ടി ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നല്ലോണം കഴിക്കണം. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? നല്ലാതെ അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞത്. നീയും കഴിച്ചു നോക്ക്, നിനക്കും അതിന് സാധിക്കും. മമ്മി, എനിക്ക് കഴിക്കാൻ ഫ്രൂട്ട്സ് വേണം. എന്ത്? എന്റെ ടോമി തന്നെയാണോ ഇത് ചോദിക്കുന്നത്? അതെ, അലക്സ് പറഞ്ഞു ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം കഴിച്ചാൽ ബോഡി ഹെൽത്ത് ആയിരിക്കാൻ കഴിയുമെന്ന്. Ready, set, go! കാണാനെന്തു രസമാ, കുട്ടിക്കുരങ്ങനെ കാണാനെന്തു രസമാ. ഒരു മരം ഇരുമരം ചാടും, കുരങ്ങനെ കാണാനെന്തു രസമാ. മുഖം
കുട്ടിക്കുരങ്ങനെ കാണാൻ എന്തു രസമാ. ഒരു മരം ഇരുമരം ചാടും കുരങ്ങനെ കാണാൻ എന്തു രസമാ. ജോമി, നല്ല മഴ വരുന്നുണ്ട്, വേഗം അകത്തേക്ക് കയറ്. പേടിക്കണ്ട മോളെ, ഇടിയും മഴയും ആയതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആയതാവും. കുറച്ചു കഴിഞ്ഞാൽ വരും. അമ്മേ, എനിക്ക് പേടിയാവുന്നു. നമുക്ക് വേഗം എമർജൻസി ലാമ്പ് കത്തിക്കാം. വാ, നമുക്ക് പോയി എമർജൻസി ലാമ്പ് കത്തിക്കാം. അമ്മേ, ഈ സമയത്ത് ആരാണ് വാതിലിന് മുട്ടുന്നത്? അതും ഈ മഴയത്ത്. ഇനി വല്ല പ്രേതവും ആണോ? എനിക്ക് പേടിയാവുന്നു അമ്മേ. ഇങ്ങനെ പേടിക്കാതെ വാ, നമുക്ക് പോയി നോക്കാം ആരാണെന്ന്. അയ്യോ അമ്മേ, പ്രേതം. ഇത് പ്രേതമൊന്നുമല്ല, കണ്ണു തുറന്ന് നോക്ക് ആരാണ് വന്നതെന്ന്. എന്നാലും മോളെന്നെ പ്രേതമെന്ന് വിളിച്ചു കളഞ്ഞല്ലോ. ഹഹാ, പവർ ഇപ്പോഴൊന്നും ഇനി നോക്കണ്ട. ഒരു 3 മണിക്കൂർ കഴിയും. എവിടെയോ പോസ്റ്റിലേക്ക് മരം വീണിട്ടുണ്ട്. മെസ്സേജ് വന്നിരിക്കുന്നു. ഓ, അപ്പൊ ഇനി എങ്ങനെ ഫുഡ് ഉണ്ടാക്കും? പവ വന്നിട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും കിടക്കാൻ നേരം വൈകില്ലേ? നാളെ എല്ലാവർക്കും നേരത്തെ പോകാനുള്ളതല്ലേ? പേടിക്കണ്ട, ഇന്ന് നമ്മൾ എല്ലാവരും കൂടിയാണ് ഡിന്നർ ഉണ്ടാക്കുന്നത്, അല്ലേ ജോമി? ഡൺ. ഇനി ബാക്കി അമ്മ ചെയ്തോളാം. അച്ഛനും മോളും വന്ന് വിശ്രമിക്ക്. എന്നാൽ അച്ഛൻ ഒരു കഥ പറ. ഞാനും അമ്മയും കേൾക്കാം. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് TV കാണാനും പറ്റുന്നില്ല. അച്ഛൻ കുട്ടിയായിരുന്നപ്പോൾ ടിവിയും കറണ്ടും ഒന്നുമില്ലായിരുന്നു. അതറിയാമോ മോൾക്ക്? ഇല്ല, കേൾക്കട്ടെ. അക്കാലത്ത് കറണ്ട് ഇല്ലാതെയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്തു വെക്കുമായിരുന്നു. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. എന്നിട്ട് എല്ലാ പണികളും നേരത്തെ ഇരുട്ടുന്നതിന് മുന്നേ ചെയ്തു തീർക്കും. ഒരു 7 മണി 8 മണി ആവുമ്പോഴേക്കും ഉറങ്ങുകയും ചെയ്യും. എന്ത്? നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുമെന്നോ? അതെ, അതുകൊണ്ടാണ് കറണ്ട് പോയപ്പോൾ മോള് പേടിച്ചിട്ടും അമ്മ പേടിക്കാഞ്ഞത്. നേരത്തെ എഴുന്നേറ്റാൽ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സമയം കിട്ടും. നേരത്തെയുള്ള ഉറക്കം നമ്മളിൽ ക്ഷീണം കുറയ്ക്കും. അടിപൊളി. എന്നാ ഇനി മുതൽ ഞാനും നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കും. ആ, വന്നല്ലോ കറണ്ട്. കറണ്ട് വരേണ്ടിയിരുന്നില്ല. അതെന്താ? ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കാൻ എന്ത്